ഹലോ ഫ്രണ്ട്സ്, യാമീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുത്താലോ. ഇനി ആരും പറയരുത് നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് പൊങ്ങുന്നില്ല അല്ലെങ്കിൽ കട്ടി കൂടിപ്പോയെന്നൊന്നും പറയരുത്. ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടും. നിങ്ങൾക്ക് 2-3 ടിപ്സും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇത് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. ആദ്യം നമ്മൾ 2 കപ്പ് അരി എടുക്കുക. 2 കപ്പ് അരി എടുത്ത് നല്ല വൃത്തിയായിട്ട് കഴുകി 2 മണിക്കൂർ വെള്ളത്തിലിടുക. നിങ്ങളുടെ കയ്യിൽ കപ്പില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നാഴിയുടെ അളവിനോ അല്ലെങ്കിൽ ഗ്ലാസ് അളവിനോ ഏതളവിന് വേണമെങ്കിലും എടുക്കുക. അതിനുശേഷം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് ഇതിൻ്റെ പകുതി അരിയിട്ട് അതിലേക്ക് 1 കപ്പ് തേങ്ങ എടുക്കുക. അതിലേക്ക് 1 കപ്പ് ചോറും കൂടെ അതിലേക്കിട്ട് മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. അത് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഒരുപാട് വെള്ളം കൂടി പോകാൻ പാടില്ല. അതിനുശേഷം നമ്മൾ കൈ കൊണ്ടൊന്ന് നോക്കിയാൽ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. തരിയൊന്നും ഉണ്ടാവാൻ പാടില്ല. നല്ല ഫൈനായിട്ട് ഇതേപോലെ തന്നെ അരച്ചെടുക്കുക. ബാക്കിയുള്ള അരിയും കൂടെ നമുക്ക് ഇതേപോലെ അരച്ചെടുക്കാം. 2 കപ്പ് അരിക്ക് 2 കപ്പ് ചോറ് തന്നെ നമ്മൾ എടുക്കണം. നല്ലോണം അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം കൈ കൊണ്ട് ഞവടി വയ്ക്കണം. ഞവടി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം എടുക്കുമ്പോൾ നല്ലോണം പൊങ്ങിയിരിക്കും. അഥവാ പൊങ്ങി വന്നിട്ടില്ലെങ്കിൽ, ഇപ്പോൾ തണുത്ത പ്രദേശത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പൊങ്ങി വരാൻ പെട്ടെന്ന് പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ താമസിച്ചാണെങ്കിൽ അരി ആട്ടുന്നതെങ്കിൽ അത് ചിലപ്പോൾ പൊങ്ങി വരുന്നില്ല എന്ന് വരും. അപ്പോൾ നമ്മൾ എന്തോന്ന് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു പാത്രം വെള്ളം ചൂടാക്കി അതിൻ്റെ പുറത്ത് വെച്ചാൽ മതി. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും മാവ് പൊങ്ങി വരും. എന്നിട്ട് അതിലേക്ക് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് നമ്മൾ മാവ് കലക്കുമ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് ഇതേപോലെ ഒന്ന് ചുട്ടെടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും അപ്പം ഒരിഞ്ഞ അപ്പം നമുക്ക് കിട്ടും. ഇതേപോലെ നമ്മൾ തീ കുറച്ച് തന്നെ ഇടണം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിലിട്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെ കിട്ടും. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ, ഇതേപോലെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടും. അരി 2 മണിക്കൂർ തന്നെ കുതിർക്കാൻ ഇടണം. അല്ലെന്നുണ്ടെങ്കിലും അപ്പം കട്ടിയായി പോവും. അതേപോലെ തന്നെ ഇതേപോലെ മൊരിഞ്ഞ അപ്പം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ തലേ ദിവസം തന്നെ 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇതേപോലെ അറ്റമൊക്കെ നല്ല മൊരിഞ്ഞ് ചുമന്ന വരുന്ന അപ്പം തന്നെ നമുക്ക് കിട്ടും. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.